ഹായ് ഫ്രണ്ട്സ്, മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശരണ്യ കല്യാണിയോടായിട്ട് പറയുന്നുണ്ട്, വിക്രത്തിനെയും അച്ഛനെയും ഈ കേസ് കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത് സരയും സരയുടെ അമ്മയുമാണ്. അതിനു വേണ്ടി വക്കീലിന് വരെ ഫീസ് കൊടുത്തത് അവരാണ് ഇവരെ മുൻപന്തിയിൽ നിർത്തിയിട്ട് അവരാണ് പിന്നിൽ കളിച്ചുകൊണ്ടിരുന്നിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കല്യാണിക്ക് ദേഷ്യം വരാണ്. എന്തായാലും കല്യാണി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർക്കൊന്നും കിട്ടിയത് പോരാ എന്ന്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനുവിനെ വിളിക്കുകയാണ് കിരൺ. എന്നിട്ട് മനുവിനോടായിട്ട് പറയുന്നുണ്ട്, നീയും കൂടെ കൂട്ടു നിന്നിട്ടാണോടാ കല്യാണിക്കെതിരെ കേസ് കൊടുപ്പിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് മനു ഒന്നും അറിയില്ല. അപ്പം മനു പറയണം, എന്താണ് ഞാനൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, വിക്രത്തിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ചത് നീയും കൂടി അറിഞ്ഞിട്ടാണോ കല്യാണിയുടെ പേരിൽ? എന്തായാലും വിക്രത്തിനുള്ള പണി കിട്ടിയിട്ടുണ്ട്, അവൻ എന്തായാലും ഇപ്പോൾ ജയിലിലാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ, എന്തായാലും നിന്റെ ഭാര്യയെയും നിന്റെ അമ്മായിമ്മയെയും നിലക്ക് നീ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നിനക്ക് തന്നെയായിരിക്കും പണി കിട്ടാൻ പോകുന്നത്. അറിയാലോ രാഹുലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, അയാളെ ഈ നിലയിലാക്കിയത് നീയും കൂടി ചേർന്നിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട്. അപ്പം മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ നിന്റെയും നാളത്തെ അവസ്ഥ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കിരൺ. അത് കേൾക്കുമ്പോൾ മനുവിന് ചെറിയൊരു പേടിയൊക്കെ ആവാണ്. എന്തായാലും തൻ്റെ കളികളൊക്കെ സരയൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ തനിക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ളതൊക്കെ കിട്ടാതെയായി പോകും. കുറച്ച് സ്വർണ്ണോ പണോ എന്തെങ്കിലുമൊക്കെ അടിച്ചു മാറ്റണം എന്നാണ് മനുവിൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ള ചിന്ത. അങ്ങനെ ആ സമയത്ത് ശാരിയോയും സരയിനെയും ഈ കാര്യം പറയുന്നുണ്ട്. മനു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെടാൻ നിൽക്കുന്നത്? അവരവരുടെ ജീവിതമായി മുന്നോട്ട് പോയിക്കോട്ടെ. നമ്മുടെ അച്ഛൻ എന്തായാലും ആശുപത്രിയിലാണ്. അപ്പോൾ വിക്രത്തിനെ മുൻനിർത്തി നിങ്ങളിങ്ങനെ കളിക്കേണ്ടായിരുന്നു. അവന് ലോക ഫ്രോഡാണ്, അവനൊരിക്കലും സഹായിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നോടൊരു വാക്കെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് മുന്നേ എന്നൊക്കെ പറഞ്ഞ് മനു ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് സരേനെ ശാരിയൊക്കെ. അപ്പോൾ അവർക്ക് ആകെ വിഷമമാണ്. അവർ പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ മനുവേട്ടൻ സമ്മതിച്ചില്ലെങ്കിൽ എന്ന് കരുതിയിട്ടാണ്, അല്ലെങ്കിലും ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും സമ്മതിക്കില്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട, നമുക്ക് നമ്മുടെ ജീവിതം നോക്കി മുന്നോട്ട് പോയാൽ മതി, അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഇനി ഇങ്ങനത്തെ കാര്യങ്ങൾ മേലാൽ ഇത് ആവർത്തിക്കരുത് എന്നും കൂടി മനു സരവിന് താക്കീത് കൊടുക്കുകയും ചെയ്യുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്